ലക്ഷ്മി എന്ന ഈ മീൻ ഭർത്താവിന്റെ പേര് കേട്ടാ. ചാള കൂട്ടാണ്ടാക്കിയല്ലോ, പൊളിഞ്ഞ് പാളീസായി. അതിന്റെ ക്ഷീണം തീർക്കാൻ വീണ്ടും ചാള വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞപ്പോ നാവ് കൂട്ടി അടിച്ച. പിന്നെ നിതിനാണെങ്കിൽ ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കണം. പിന്നീട് ഇതിങ്ങനെ മൂർക്കം പാമ്പൊക്കെ ചിലപ്പോ ചോറിലേക്ക് അതിനെടുത്ത് ഒഴിച്ചത് പായസം സാമ്പാറാന്ന് വെച്ചിട്ട് ഇത് എടുക്കണ കണക്കുണ്ടാവില്ലേ? ഇനി പുറത്ത് എങ്ങനെയുണ്ട്? അടിപൊളി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. മനോഹരമായ പൂവിൻ്റെ മുന്നിലാണ് രണ്ട് പാത്രത്തിൽ ചാളയും പിടിച്ചു നിൽക്കുന്നത്. മെലസ്റ്റോമ ഞാൻ പഠിച്ചു പേര്. നമ്മൾ ഇന്നാള് ചാള കൂട്ടാണ്ടാക്കിയല്ലോ, പൊളിഞ്ഞ് പാളീസായി. അതിന്റെ ക്ഷീണം തീർക്കാൻ വീണ്ടും ചാള വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ ഇത് നെയ്ച്ചാളയൊന്നല്ല. അപ്പോൾ ചാള നെയ്ച്ചാള കിട്ടിയിട്ടുണ്ടെങ്കിൽ വെക്കാനുള്ള ഒരു അടിപൊളി വെപ്പ് എനിക്ക് രാജലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. രാജലക്ഷ്മി ചേച്ചി എന്ന് പറയുന്നത് ആലപ്പുഴയിലുള്ള രാജലക്ഷ്മി ചേച്ചി കേട്ടോ. ആലപ്പുഴ ബ്രദേഴ്സ് ഹോട്ടൽ എന്ന് കേട്ടിട്ടുണ്ടാവും. പറഞ്ഞുതരാം. ബ്രദേഴ്സ് ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് ഹോട്ടലാണ്. 1973 തുടങ്ങിയിട്ടുള്ള ഒരു ഹോട്ടലാണ്. സിനിമാക്കാരുടെ ഇഷ്ട കേന്ദ്രമായിരുന്നു. ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ടായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മണിച്ചിത്രത്താഴ് സിനിമയില്ലേ, അതിലത്തെ ആ ഹോട്ടലിലത്തെ 19 നമ്പർ മുറിയിലിരുന്നിട്ടാണ് ആ കഥ എഴുതിയിട്ടുള്ളത്. മധുമുട്ടം തോന്നണു. ഞാനൊക്കെ ഉറപ്പില്ലേ? അല്ല, എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. ആ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഏതിലും ഞാൻ വായിച്ചിട്ടുള്ള പോലെ തോന്നി. അങ്ങനെ എൻ്റെ ഓരോ ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മോഹൻലാൽ, നെടുമുടി വേണു, എല്ലാവരും സിനിമക്കാർ നിറച്ച് ബ്രദേഴ്സ് ഹോട്ടലിൽ. മോഹൻലാൽ എന്ന് പറഞ്ഞപ്പോ നാവ് കൂട്ടി അടിച്ച. അങ്ങനെ എല്ലാവരും മോഹൻലാൽ എന്ന് പറഞ്ഞതിന് പ്രൊനൗൺസ് ചെയ്തതിൽ എന്തോ ഒരു മാറ്റം എനിക്ക് തോന്നി. തമാശല്ല, കുഴപ്പമുണ്ടായി. അപ്പൊ പറയാ രാജലക്ഷ്മി. അപ്പൊ അവരൊരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടായിരുന്നു. ഒരു ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടായിരുന്നു. രാജലക്ഷ്മി ചേച്ചിയും മോനൊക്കെ അല്ലേ, എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടായിരുന്നു. അപ്പൊ പറയേ ഇപ്പൊ നമ്മളോട് അപ്പ പറഞ്ഞതൊന്നല്ല, ഇതിപ്പോ ഇന്നലെ മിഞ്ഞാന്നെങ്കിൽ എനിക്ക് അല്ല അന്നോട്ടിട്ട് സരിതിക്ക് അവരായിട്ട് ബന്ധമുണ്ടെന്ന്, കണക്ഷൻ ഉണ്ട് നന്നായിട്ട്. ആ ചേച്ചി ഓരോ വീഡിയോന്റെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് പറയാറുണ്ട് എൻ്റെ അടുത്ത്. ഒരു പാവം ചേച്ചി കുറെ പ്രതിസന്ധികളൊക്കെ നേരിട്ട് നല്ല ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു ഉരുക്കുവനിതയാണ് രാജലക്ഷ്മി ചേച്ചി. വേറൊരു രാജലക്ഷ്മി ചേച്ചിയുടെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആള് അബുദാബിയിലാട്ടാ. അപ്പോൾ ഈ മീൻകറി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഈ രീതിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്ച്ചാള കിട്ടുന്ന സമയത്ത് നമ്മൾ വെക്കാറുള്ളൊരു വെപ്പ് തന്നെയാണ്. കുഞ്ഞു വ്യത്യാസമുള്ളൂ, നേരെ വ്യത്യാസമുള്ളൂ. ഇങ്ങനെ തന്നെ നമ്മൾ വെക്കാറുണ്ട്. ഹോട്ടലിൽ വെക്കണതാണോന്ന് അറിയില്ല. ആ ചേച്ചി വെക്കണ രീതി എനിക്ക് ഈ ചാള ഫ്ലോപ്പ് ആയപ്പോഴേ ആളെനിക്ക് പറഞ്ഞതാ, ഇതിന് വെക്കണ ഒരു രീതി ഇങ്ങനെ ഒഴുക്കം പറ്റില്ല പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ചേച്ചി കറക്റ്റ് ആയിട്ട് അതൊന്ന് പറഞ്ഞുതരോ വെക്കാനാന്ന് പറഞ്ഞപ്പോ കറക്റ്റ് ആയിട്ടുള്ള റെസിപ്പി പറഞ്ഞതാണ്. അപ്പൊ നെയ്ച്ചാള ഞാൻ അന്വേഷിച്ച് പോയി കിട്ടിയില്ല. അത് ചെറിയൊരു മീഡിയം ചാളിന്റെ നെയ്യ് ചെറുതായിട്ടുണ്ട് ഇതുമ്മേ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, ഈ സമയത്ത് ചാള കൂട്ട അങ്ങനെയിട്ട് ഇതങ്ങോട്ടേക്ക് മുകളിൽ നെയ്യ് നിറയും ചാള. നെയ്ച്ചാള ആണ് ഈ രീതിയിൽ വെച്ചാലേ രസം ഉണ്ടാവുള്ളൂ. ഇത് വെച്ച് കഴിഞ്ഞാൽ രസം ഉണ്ടാവും എനിക്ക് അറിയില്ല. അങ്ങനെയുണ്ട്. നമുക്ക് ഇരുമ്പുളിയാ നിക്കണേ കണ്ട ഇട്ടിട്ട് നാളെ പാല് കുഞ്ഞിച്ചാള ശരിക്കും പറഞ്ഞ വേറൊരു രീതിയിൽ വെക്കില്ലേ, പച്ച കുരുമുളക് കരച്ചിട്ട് പണ്ടൊക്കെ നമ്മൾ ഇവിടെ നമ്മുടെ ഇമ്രാനും ചാർലി ഇതിൽ കൂടെ ചാടി പോണ കാരണം ഇവിടെ എന്ത് ചെയ്യണം, കട്ട കെട്ടണോ അതോ ഗ്രില്ല് മറ്റേ നെറ്റ് വെച്ചിട്ട് കാറ്റ്സ് ക്ലോ പടർത്തണോ എന്ന് ചോദിച്ചതിൽ 99% പേരും ഇന്നിപ്പോൾ രാവിലെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് പേര് കണ്ടിട്ടുള്ളതിൽ കുറേ കമൻസ് ഞാൻ നോക്കിയാൽ 99% പേരും എന്നെ അനുകൂലിക്കുന്നവരാണ്. ഇതിവിടെ കട്ട കെട്ടണേനേക്കാളും കട്ട കെട്ടണേനേക്കാളും കൂടുതൽ നല്ലത് ഈ നെറ്റ് വെച്ചിട്ട് ഇത് നല്ലതെന്ന് പറഞ്ഞു. ചിലർ കാറ്റ്സ് ക്ലോയ്ക്ക് പകരം വേറെ ചില ചെടികളും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാറ്റ്സ് ക്ലോ എന്ന് പറയുമ്പോൾ ഒരു സീസണിൽ മാത്രമേ പൂവുണ്ടാവുള്ളൂ. ആ മറ്റേ അവർ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ചെടിയാകുമ്പോൾ എന്നും പൂക്കളുണ്ടാവും, നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിട്ട്. പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പാമ്പുള്ളതുകൊണ്ട് ഇതിങ്ങനെയാണെങ്കിൽ കട്ട കുത്തി കാട് പിടിച്ച പോലെ ഉണ്ടാവില്ല. പക്ഷെ മതിലുമ്പിലായോണ്ട് കുഴപ്പമില്ല. ചിലവരെ വീട് മൊത്തം മൂടിയിട്ട് കാണാം അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ഈ പാമ്പുകൾ വന്നു കഴിഞ്ഞാലും അത് കിടക്കുകയാണെങ്കിലും നമ്മൾ അറിയില്ല. നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കണതല്ലേ.
പിന്നെ നിതിനാണെങ്കിൽ ഇവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കണം. പിന്നീട് ഇതിങ്ങനെ മൂർക്കം പാമ്പൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇതിന് മുകളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണാം. അയ്യോ എന്റെ കാലും വന്നിട്ടോ കടിച്ചു. അത് കട്ടുറുമ്പായിരിക്കും. കട്ടുറുമ്പ് തന്നെയാ. മനസ്സിലായില്ലേ? ഇപ്പൊ നല്ലൊരു കുത്ത് കിട്ടി. മനസ്സിലായില്ലേ? എന്നിട്ട് മനസ്സിലാവാൻ അല്ല അതിന്ന് എന്ത് മനസ്സിലാക്കി? എന്നിട്ട് കട്ടുറുമ്പ് പോണ് എന്നെ കുത്തിയ. ആഹാ നല്ല കുത്ത്. അപ്പൊ എന്തിട്ടാ വേണമെന്നുള്ള കൺഫ്യൂഷനിൽ നിക്കണ ഇപ്പൊ അത്. അല്ല എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്ത് വെച്ചാലേ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യാന്ന്. അതായത് ഈ മതിലുമ്മേ കട്ട കെട്ടും, ഇത്ര ഉയരത്തിൽ കട്ട കെട്ടും രണ്ടുപേരി. ഈ ഇതില്ലേ ഈ മതില് ഇതുമ്മേ കാറ്റ്സ് ക്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെടി. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പോണില്ലേ നമ്മുടെ മീൻകുളത്തിന് സ്വിമ്മിംഗ് പൂളിൻ്റെ അതിൽ കൂടെ അതുമ്മേ കട്ട കെട്ടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോണില്ലേ അവിടെ നിന്ന് അങ്ങോട്ട് ഫ്രണ്ടിലത്തെ നമ്മളുടെ ഫെൻസിങ് ചെയ്തേന്ന് വരെ മുട്ടണ അതുമ്മേ ഈ പറഞ്ഞ നെറ്റ് വെച്ചിട്ട് കയറി. അതായത് ആരും നമ്മള് എന്താ പറയാ വിഷമിപ്പിക്കില്ല. എല്ലാവരും അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. അപ്പൊ രണ്ട് ഇട കലർത്തിയിട്ട് വരും. അപ്പൊ രണ്ടു പേര് പറഞ്ഞ സാധനം വന്നൂലോ. നല്ല ഭംഗിന്റെ ജാതി ചൊട്ട് നീറ്റം. നമ്മുടെ ചീഞ്ചട്ടി അടുപ്പത്ത് നമുക്ക് തുടങ്ങാം. വേഗം തുടങ്ങിക്കോ. ഇതിലേ ആദ്യം തന്നെ കുറച്ച് സാധനം ഈ പൊടികളൊക്കെ ചൂടാക്കണം. വേണമെങ്കിൽ മുളക് മല്ലിയൊക്കെ നമുക്ക് വറക്കാം. നമ്മൾ തൽക്കാലം ഇപ്പം അതൊന്നും ചെയ്യണില്ല. ചീഞ്ചട്ടി നന്നായി ചൂടായിട്ടാ. അപ്പോൾ അത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ ഈ പൊടികൾ കരിയും. പൊടികളായതുകൊണ്ടാണ് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചത്. ഭയങ്കര ചൂടാ. അപ്പം ഈ വെളിച്ചെണ്ണ ചൂടായിട്ടാണല്ലോ ഇരിക്കണം. അപ്പോൾ അതിലേക്ക് ഒരു കുറച്ച് ഉലുവിടാം. ഇതിലേക്ക് ഇടേണ്ടത് മുളക് പൊടി ഇടാം ആവശ്യത്തിന്. പൊടികളൊന്നും കരിയാൻ പാടില്ല. പിന്നെ മല്ലിപ്പൊടി നല്ലോണം വേണം. ഇനി കരിയില്ലത്. മല്ലിപ്പൊടി 3 ടീസ്പൂൺ ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടു. നമ്മളൊരു 10-350 ഗ്രാം ചാള എടുത്തിട്ടുണ്ട് കേട്ടോ. 10-350 ഗ്രാം ചാള എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് മൂത്തു പൊടി. ഈ ചൂട് മതി. ഇത് ഈ ചീഞ്ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ. അല്ല സ്റ്റൗമ്മേ വെച്ചിട്ടാണെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യുക. കരിയരുത്. ഇത് നമ്മളും കൂട്ടാനും വെക്കണതാണ്. പക്ഷെ ഇതിൽ ഉലുവിടാറില്ല എന്ന് മാത്രം. ഈ സാധനം ഇങ്ങനെ ചൂടാക്കും. ഇനി ഈ ചൂടാക്കിയതുണ്ടല്ലോ അരച്ചെടുക്കണം. മിക്സിയിൽ വേണമെങ്കിൽ അരച്ചെടുക്കാം. നമുക്കിപ്പോൾ അമ്മീം അരയ്ക്കാമല്ലോ. അമ്മീമിലാണ് അരക്കുന്നത്. അപ്പോൾ അതാണ് അമ്മീമിലേക്ക് ചെരിയണം. നിനക്ക് ഏപ്രം കെട്ടണല്ലേ? ഏയ് ഇത് അരയ്ക്കാം. ഇത് മുളക് പൊടി അളവ് കുറച്ചിട്ട് കൂടുതൽ ഇതെടുക്കാൻ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കൂട്ടാൻ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ വേറെ ഒരു സാധനങ്ങളും വഴറ്റിലും പിടിക്കലും പേസ്റ്റ് അടിച്ച് ചേർക്കലും ഒന്നുമില്ല. തക്കാളിയാ സബോള അങ്ങനത്തെ ഒരു സാധനങ്ങളും. അപ്പം കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളായാലും ഈ മല്ലിപ്പൊടി കൂടുതൽ എടുക്കും. അങ്ങനെ അരയ്ക്കാറൊന്നുമില്ല കേട്ടോ. നേരെ അതിൽ ചേർക്കുന്നു. വെള്ളം ഒഴിക്കാണ്ടാണ് അരയ്ക്കുന്നത് അല്ലേ? വെള്ളം ഒഴിക്കാം. അല്ല നീ വെള്ളം ഒഴിക്കുന്നില്ല. ഇതുവാണെങ്കിൽ കടിയിട്ട് ഏപ്രാണ്. അത് ഡ്രസ് പിടിക്കാവണ്ട. മീനിൻ്റെ ചാറ് അല്ല ഈ മറ്റേ മിളകിൻ്റെ ചാറ്. പൊടിയല്ല അരയ്ക്കാൻ സുഖല്ലേ. വെറുതെ തള്ളി വിടുക വേണ്ട. ഈ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോഴേ ആലപ്പുഴയ്ക്ക് നമ്മുടെ കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ എണ്ണകളൊക്കെ മൂത്താണ് കേട്ടോ ആള്. രാജേട്ടൻ പണം തുടർന്നത് ആലപ്പുഴയിൽ 1980, 81, 82, 83 അങ്ങനെ 90 കാലഘട്ടം വരെ രാജേട്ടൻ അവിടെ. ആശിമാരെ രാജേട്ടൻ തൊട്ടടുത്താണ് ആളുടെ വീട്. അപ്പോൾ ആള് അവിടെ ഈ സ്ഥിരമായിട്ട് ഫർണിച്ചർ പണിയുന്നുണ്ട്. അപ്പോൾ ആളവിടെയാണ്. അപ്പോൾ ഞാൻ രാജേട്ടനായിട്ട് ഇങ്ങനെ പണ്ട് കാലത്ത് കത്തുകൾ എഴുതല്ലേ. രാജേട്ടന് ഡയറി എഴുതുന്ന സ്വഭാവമുണ്ട്. ഞാനാണെങ്കിൽ കത്തുകൾ എഴുതും. കത്തുകൾ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പോസ്റ്റ് കാർഡൊക്കെ ഉണ്ടല്ലേ, 5 പൈസയുടെ കാർഡുകൾ. 5 പൈസയുടെ പോസ്റ്റ് കാർഡ് ഉണ്ട്, 10 പൈസ ഉണ്ട്. പിന്നെ നമുക്ക് ചട്ട വാങ്ങിച്ചിട്ട് അതുമേ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് പോസ്റ്റ് കാർഡ് പോലെ ഉപയോഗിച്ച് അയക്കാം. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ രാജേട്ടനൊക്കെ ഇങ്ങനെ രാജേട്ടൻ അവിടുത്തെ വിശേഷങ്ങൾ എഴുതും. ഞാൻ നമ്മുടെ നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ എഴുതി ഇങ്ങനെ പരസ്പരം ഇല്ലൻ്റ് അതൊക്കെ ഇല്ലൻ്റ് പണ്ടുള്ളവർക്ക് അറിയായിരിക്കും ഇല്ലൻ്റ്. അത് മുഖേന ഞങ്ങൾ ഇങ്ങനെ സൗഹൃദം പങ്കുവയ്ക്കും. പിന്നെ ഒരു പ്രാവശ്യം രാജേട്ടൻ 1986 ആ സമയത്ത് വന്നുകൊണ്ട് അവിടേക്ക് നമ്മളോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. ഞാൻ ആദ്യമായിട്ട് ഒരു വലിയൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് എൻ്റെ ഓർമ്മ ചങ്ങനാശ്ശേരി ഹോട്ടലിലാണ്. അതായത് ഞാനും രാജേട്ടനും കൂടിയിട്ട് ഞങ്ങൾ ഈ ആലപ്പുഴ അന്ന് ബോട്ടിൽ കോട്ടയം വശത്തേക്ക് പോയി. ബോട്ടിൽ അപ്പോൾ ഇവിടുന്ന് ചേട്ടൻ മാത്രമാണ് ആലപ്പുഴയ്ക്ക് പോയി. എന്നിട്ട് ഇങ്ങനെ പോയി ഞങ്ങൾ അവിടെ ചെന്നിട്ട് ചങ്ങനാശ്ശേരിയിൽ ചെന്നിട്ട്
ബോട്ടിലിങ്ങനെ കുറേ ഇങ്ങനെ ആലപ്പുഴ കായലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭംഗിയല്ലേ. അവിടെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ചങ്ങനാശ്ശേരത്തിൽ ഒരു വലിയ ഹോട്ടൽ, അന്ന് ഒരു 6-7 നിലയുണ്ട് നമ്മുടെ ഹോട്ടൽ. അവിടെ പോയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ. അപ്പം കണ്ടമാനം വിഭവങ്ങൾ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ പാത്രങ്ങളാണ് നിറയെ ഇങ്ങനെ ഇത് ചോറിലേക്ക് അതിന് എടുത്ത് ഒഴിച്ചത് പായസം, സാമ്പാറാന്ന് വെച്ചിട്ട്. എന്നിട്ട് രാജേട്ടൻ നീ എന്ത് പണി ചെയ്ത അല്ല, നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ. വലിയ ഹോട്ടലിൽ കയറി പരിചയം 84 അല്ല 85 86 16 വയസ്സ്. 16 വയസ്സുണ്ട്. എന്നിട്ട് സാമ്പാറും പായസം കണ്ടിട്ട് തിരിച്ചറിഞ്ഞു ഹോട്ടലിൽ കയറിയിട്ടില്ല. അന്ന് കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പിള്ളേർക്കൊക്കെ ഇങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഏത് വീട്ടിലാളുകൾ സിനിമത്തെ പോലെ പ്രേമലൂല് പറയില്ലേ, AC കമ്പാർട്ട്മെന്റിൽ എങ്ങനെ പെരുമാറേണ്ടത് എനിക്ക് അറിയില്ല സിസ്റ്റർ എന്ന് പറഞ്ഞ പോലെ. വലിയ ഹോട്ടലിൽ കയറിയ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എനിക്ക് അറിയില്ലല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ 1990 വെള്ളംകളി കാണാൻ പോണത്. വെള്ളംകളി അല്ല, വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ പോയി. അത് കാണാൻ പോയിപ്പോ അന്ന് ഈ മറ്റേ മൈക്കിൾ മദന കാമരാജൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അറിയില്ലേ, കമലഹാസനും ഖുശ്ബുക്ക് ആയിട്ടുള്ളത്, രംബംബം ആരംഭം ഭം ബം ബം, ആ പാട്ട് കേട്ടുള്ളത്. അപ്പൊ അത് ആലപ്പുഴ ടൗണില് വലിയൊരു സ്ക്രീൻ വെച്ചിട്ട് വൈകുന്നേരം നേരത്തെ തലേദിവസം വലിയൊരു സ്ക്രീൻ വെച്ചിട്ട് ഈ പാട്ടുകളൊക്കെ വെച്ച് നോക്കുക ഈ സ്ക്രീനില്. അല്ല, പാട്ടുകൾ മാത്രം. സിനിമയല്ല, സിനിമ റിലീസ് ആവണ സിനിമയാണ്, തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കണതാവൂല്ലേ. പാട്ടുകൾ മാത്രം വെച്ചിട്ട് ആളുകൾ ആലപ്പുഴയുള്ളവരൊക്കെ ഡാൻസ് കളിക്കുക. എന്തൊരു അക്കൊല്ലാണ് അവിടെ ബോട്ടല്ല ഈ പ്ലാറ്റ്ഫോം, ഈ നെഹ്റു ട്രോഫിയുടെ പ്ലാറ്റ്ഫോം തകർന്നിട്ട് 2 പിള്ളേരുകൾ മരിച്ചു. അത് ഒരെണ്ണം രാജേട്ടൻ്റെ മുതലാളിയുടെ ഒരു ബന്ധുവാണ്, ഒരു ചെക്കൻ. ബോട്ട് ഈ പ്ലാറ്റ്ഫോം തകർന്നിട്ട് കായലിലേക്ക് മറിഞ്ഞു, നാവ് കൂട്ടി വീണ്ടും കൂട്ടി അടിച്ചു. അങ്ങനെ പിന്നെ വേറൊരു ചെക്കൻ എൻ്റെ പ്രായം ഏകദേശം, അപ്പം ഇപ്പം ഉണ്ടെങ്കിൽ അവർ എൻ്റെ 56 വയസ്സായി ഏകദേശം, എൻ്റെ പ്രായം കറക്റ്റ്. 2 പേര്. അത് ഒരു അക്കൊല്ലത്തെ ഞാൻ പോയ ഓർമ്മ. എന്താ പറയാ, നെഹ്റു ട്രോഫി. ചേട്ടൻ പോയ കൊല്ലാണോ ഈ തകർന്ന് വീണ അപകടം ഉണ്ടായത്? പിന്നെ ചേട്ടൻ പോയിട്ടില്ലല്ലോ. എന്നിട്ട് അതങ്ങനെ. അപ്പൊ ഞാൻ രാജേട്ടനായിട്ട് ഇങ്ങനെ ഞങ്ങള് ചോദിച്ചേട്ടാ, ചട്ടി എടുക്കും ചട്ടി എടുത്തരാം. ചട്ടി ഇവിടെ ഇല്ലേ? കഥ ഇടയില് തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. ചട്ടി എടുത്തിട്ടുണ്ട്, ചട്ടിയിരിക്കുന്നു കേട്ടാ. ഈ അരപ്പിട്ടു ഇതൊന്ന് കഴുകണം. കഴുകിട്ടായിരിക്കും ഒഴിക്കൂ. അതിലേക്ക് ഒഴിക്കാം, കളയണ്ടല്ലോ. അപ്പം എൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഴുത്ത് ലായിക്കലാണ്. കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവർക്കൊക്കെ എഴുത്ത് ലായിക്കും ഇങ്ങനെ വെറുതെ രസം. അപ്പോൾ രാജേട്ടൻ്റെ അടുത്ത് ഒരു തവണ അയച്ചപ്പോൾ ഒരു പോസ്റ്റ് കാർഡ് കേട്ടാ. ഒരു പോസ്റ്റ് കാർഡിൽ ഞാൻ ഒറ്റ പൈസയുടെ സ്റ്റാമ്പുകളുണ്ടെന്ന്. ഒറ്റ പൈസയാ ഒരു സ്റ്റാമ്പിന്, ഒരു പൈസ. അന്ന് 25 പൈസ എത്ര പൈസ അങ്ങോട്ട് കാർഡിന് വേണം. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 പൈസയുടെ 25 സ്റ്റാമ്പ് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് അതിന് മുകളിൽ മുഴുവൻ ഒട്ടിച്ചു. എന്നിട്ട് അഡ്രസ്സ് എഴുതി രാജേട്ടന് വിട്ടു. അപ്പോൾ നമുക്കിതറിയില്ല ഈ സീലടിക്കുന്നവർക്ക് ഇത് ഭ്രാന്ത് വരുന്നത്. കാരണം ഈ സീലടിച്ച എല്ലാ സ്റ്റാമ്പുകളും റദ്ദ് ചെയ്യണം എന്നാണ് നിയമം. എല്ലാ സ്റ്റാമ്പും റദ്ദ് ചെയ്യണം. അപ്പൊ അത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അല്ലെങ്കിൽ ആളുകൾ ഇത് പറിച്ചെടുത്ത് വീണ്ടും ഉപയോഗിക്കല്ലോ. അതൊക്കെ അപ്പൊ ഒറ്റ പൈസ നിറച്ചാണ്ട് ഓട്ടിച്ചു. ഞാനത് ഇതിലിട്ടു. അങ്ങനെ രാജേട്ടന് ഞാൻ കത്ത് ഇത് കുനു നല്ല ഭംഗിയിൽ എഴുതും. ഞാൻ കണ്ടമാന എഴുതിയിട്ട് അയക്കുക. അപ്പൊ ഞാൻ രാജേട്ടന് അതായത് കത്ത് വിട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കത്ത് വിടും. പിന്നത്തെ കത്തൊക്കെ ഇല്ലെങ്കിലും അങ്ങനെയൊക്കെ മാറ്റി മറിച്ചപ്പോൾ ഇതൊരു പുതുമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാ. അപ്പൊ ഞാൻ രാജേട്ടനോട് ചോദിച്ചു, എന്റെ പുതിയ കത്ത് കിട്ടിയെന്ന് ചോദിച്ചു. അല്ല, മറ്റേ പോസ്റ്റ് കാർഡ് കിട്ടിയില്ലെന്ന് ചോദിച്ചു. അപ്പൊ രാജേട്ടന് കിട്ടിയില്ലത്. രാജേട്ടന് കിട്ടിയില്ല. അവര് സ്റ്റാമ്പ് ഒട്ടിച്ച കാരണം അവർക്ക് ദേഷ്യം വന്നിട്ട് കളഞ്ഞിട്ടുണ്ടാവില്ലേ? കളഞ്ഞില്ല. അവിടെ ഒരു സ്ഥലത്ത് എടുത്ത് വെച്ചു. രാജയുടെ പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചപ്പോ എന്താ ഇത് കളി തമാശ വെച്ചിട്ട് അവർക്ക് ഇതെല്ലാത്തിലും ഇങ്ങനെ അടിച്ചടിച്ച് കൊണ്ടുപോകണ്ടേ, അവരത് മാറ്റി വെച്ചു. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ടാണ് രാജേട്ടനത് കത്ത് കിട്ടിയത്. 1 മാസം അങ്ങോട്ട് കഴിഞ്ഞിട്ട്
ഞാൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പോസ്റ്റ് ഓഫീസിൽ ഈ ഇങ്ങനെ ഇല്ലൻ്റെ മറ്റേ കത്തുകൾ കണ്ടമാനല്ല. അപ്പോൾ സ്റ്റാമ്പുള്ള വശം ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ടേ ഇതൊക്കെ ഇത് മടിച്ച് ഇങ്ങനെ പിടിപിടിപ്പിടുത്ത് ഇങ്ങനെ മറിച്ച് അടിച്ച് പോകണ്ടേ. അപ്പോഴാണ് മനസ്സിലായത് അന്ന് അവര് അങ്ങനെ മാറ്റി വെച്ചാൽ അത്ഭുതമല്ലേ അന്ന്. നമ്മളാണെങ്കിലും അറിഞ്ഞുകൊണ്ട് ഒട്ടിച്ചതാന്ന് വിചാരിച്ചു. അല്ല പണി കൊടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെയൊന്നല്ല, അതൊരു രസം കാണാനായിട്ട് ഭംഗിയുള്ള ഓരോ ഇതുകൾ ചെയ്യാനുള്ളത്. പിന്നെ ആലപ്പുഴയ്ക്ക് പോണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണപ്പണിയുള്ള സമയത്ത് ആലപ്പുഴ കടയിലേക്ക് പോലും അങ്ങനെ കുറെ. പിന്നെ ഞാനും സരിതും കൂടിയിട്ട് ആലപ്പുഴയ്ക്ക് കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞങ്ങള് ബോട്ടിൽ പോയി. കഴിഞ്ഞിട്ട് 2 കൊല്ലം കൂടി കഴിഞ്ഞപ്പോ 1 കൊല്ലം ഓണത്തിനാ അല്ലേ ആലപ്പുഴന്ന് കോട്ടയത്തേക്ക് ബോട്ടിൽ പോയി. എന്നിട്ട് അവിടെ നിന്ന് കോട്ടയത്തല്ലേ ചങ്ങനാശ്ശേരിക്ക് എവിടേക്ക് എത്തിപ്പെട്ടെ. അത് എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മള് വീട് പണിയാനായിട്ട് ഈ സ്ഥലം ആധാരൊക്കെ ആക്കി കറക്റ്റ് തിരിച്ചിട്ടു. ചേട്ടൻ മുന്നേ പറയാറുണ്ട് ഏറ്റുമാനൂര് ഒരു വീട് കണ്ടു വെച്ചിട്ടുണ്ട്, അതുപോലത്തെ വീട് വേണം നമുക്ക് പണിയാനേ. അപ്പൊ ആ വീട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് അന്ന് തന്നെ കൊണ്ടുപോയത്. എന്നിട്ട് ആ വീടിന്റെ മുന്നിൽ കൂടെ നമ്മള് പോയി. അപ്പൊ അതിന്റെ ഒപ്പം ബോട്ടിലൊക്കെ വെറുതെ കേറിന്ന് മാത്രം. ചങ്ങനാശ്ശേരിയിലാണ് ചെന്ന് പെട്ടത് നമ്മള് ബോട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് നമ്മള് ഇവിടേക്ക് വന്നു ഏറ്റുമാനൂർക്ക് ബസ് കയറിയിട്ട് ആ വീട് കാണിച്ചു തന്നിട്ട് പിന്നെ ഏറ്റുമാനൂരിൽ നിന്ന് ബസ് കയറിയിട്ട് ഭയങ്കര തിരക്ക്. എന്നിട്ട് സരിത എൻ്റെ മടിയിലാണ് ഇരുന്നത്. തിരക്കുകൊണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോകുന്നത് തൃശ്ശൂർക്ക്. അങ്ങനെ ബോട്ടിൽ നിന്ന് മതിയായില്ലെന്ന്. അല്ല ബോറടിച്ചു, നമുക്ക് മതിയായിട്ട് ഇറങ്ങാനും പറ്റില്ലല്ലോ, ചാടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആലപ്പുഴയുടെ കുറെ ഓർമ്മകള്. പിന്നെ ആലപ്പുഴയ്ക്ക് അന്ന് ഫസ്റ്റ് ആലപ്പുഴയ്ക്ക് പോയിട്ട് ആലപ്പുഴയിലുള്ളവർ എന്നെ കൊണ്ട് തൃശ്ശൂർകാരെ എന്നോട് വർത്താനം പറയിപ്പിക്കില്ലായിരുന്നു പണി. രാജേട്ടൻ്റെ അവിടെ കമ്പനിയിൽ കുറേ പേരുണ്ട്, അവിടെ വലിയ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് രാജേട്ടൻ പറയാം എൻ്റെ തൃശ്ശൂരിലെ കൂട്ടുകാരനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ കൊണ്ടങ്ങോട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറയിപ്പിക്കില്ലായിരുന്നു പണി കുറേ നേരം. അവർക്ക് ചിരിച്ചിട്ട് ബോധമല്ലേ എൻ്റെ വർത്താനം കേട്ടിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത് ഇടണം. ഒന്നും വഴറ്റില്ല കേട്ടാ. ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് 2-3 എണ്ണം ഇടുക, വേപ്പില ഇടുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കണം. ഇതിൽ കുടപ്പുളിയും ഉപ്പും ഇടണം കേട്ടാ. തടുപ്പത്ത് വയ്ക്കാൻ കുടപ്പുളിയെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വരെ എടുക്കാൻ മറന്നു. തീയെ കേട്ടു. കുടപ്പുള്ളിട്ടു. കുടംപുളി വെറുതെ കഴിക്കില്ല വേണ്ടല്ലേ? അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാ? അല്ല വെള്ളത്തിലിട്ടിട്ട് ഇരിക്കുന്നു വേണ്ടല്ലേ? ഉപ്പിടാം. നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നേ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചതാട്ടാ ജർമ്മനിയിൽ നിന്ന്. പിങ്ക് സോൾട്ട് ശരീരത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട്. നല്ലതല്ല വായിച്ചു. അപ്പം അതുകൊണ്ട് അത് എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതല്ല. അയഡിൻ കണ്ടന്റ് അതിൽ കുറവാണ്. പിന്നെ അതിൽ വേറെ എന്തൊക്കെയോ ശരീരത്തിന് ഹാനികരമായ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ നമ്മളോടത് അതിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് പിങ്ക് സാൾട്ട് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മതി. അതെ, ഇത് നന്നായി തിളച്ചു. അപ്പം എനിക്ക് ചാള ഇട്ട് കൊടുക്കാൻ പോവാട്ടാ. അപ്പം ചാള ഇടണ കുഞ്ഞു ചാളകളല്ലേ നേരിട്ടോ. പ്രചരണം നടക്കുന്നു, പ്രചരണം. ഒരു പേരുണ്ടാവും ഇളക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇളക്കരുതെന്ന്. ആലപ്പുഴക്കാരൊക്കെ മീൻ വെപ്പില് ഉസ്താദുകളായിരിക്കും. അവര് കടലിന്റെ മക്കളല്ലേ ആവശ്യത്തൊക്കെ. നമ്മളിങ്ങനെ തന്നെ വെക്കുക. പക്ഷെ കുടപ്പുളി എല്ലാം ഉപയോഗിക്കുന്നതില് കോൽപ്പുളി പിഴിഞ്ഞ് വയ്ക്കുക ചെയ്യാറ്. അല്ലെങ്കിൽ പച്ചപ്പുളിയില്ലേ, പച്ചക്കോൽപ്പുളിയില്ലേ, അതിങ്ങനെ അത് സമയത്ത് കിട്ടും. കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കും. സെയിം കൂട്ടാ. ഇങ്ങനെ എൻ്റെ വെപ്പൊക്കെ ഉലുവിടില്ല. എൻ്റെ വീട്ടിൽ അച്ഛനാവെ അങ്ങനത്തെ ടൈപ്പ് വെപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വെക്കില്ല. വല്ലപ്പോഴൊക്കെ അമ്മ വെക്കും. പച്ചക്കോൽപ്പുളിയാ അല്ല, ഈ ടൈപ്പ് വെപ്പ് പണ്ട് നാളേരം അരയ്ക്കാണ്ടുള്ള വെപ്പില്ലേ അത്. നെയ്ച്ചാള കിട്ടുന്ന സമയത്തെ മീൻ വറക്കാനുള്ള സെറ്റപ്പ് ശരിയാക്കട്ടെ. കുരുമുളക് പൊട്ടിച്ചോ. കുരുമുളക് പൊട്ടിച്ചോ. നമ്മുടെ കുരുമുളക്, പച്ച കുരുമുളക്. ഇതിലേക്ക് മീൻ വറക്കാനുള്ള റെസിപ്പിയും രാജലക്ഷ്മി ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ളത് തന്നെയാണ് കേട്ടോ.
കുറച്ച് പെരുജീരകം ഒരു ലേശം പെരുജീരകം, പിന്നെ കുരുമുളക്, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടിയൊക്കെ വേണം. പിന്നെ അതിലേക്ക് ഞാൻ ഈ ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഈ ചെറിയ ഉള്ളി മീൻ വറക്കുമ്പോൾ ചേർക്കാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മറ്റേ രാജലക്ഷ്മി ചേച്ചി, അബുദാബിയിലത്തെ രാജലക്ഷ്മി ചേച്ചി എൻ്റെ അടുത്ത് കുറേ നാളായി പറയുന്നു. രണ്ടുപേരും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അതെ, 2 രാജലക്ഷ്മിമാരും കൂടി മിക്സ് ചെയ്തതാണ്. രാജ ലക്ഷ്മി എന്നാണ് ഈ മീൻ വറുത്തതിന്റെ പേര് കേട്ടാ. അപ്പോ കുറെ നാളായി എൻ്റെ അടുത്ത് ആള് പറയണു, നീ മീൻ വറക്കണേലേ ഈ വെളുത്തുള്ളി ചേർക്കല്ലോ, വെളുത്തുള്ളിക്ക് പകരം കുഞ്ഞുള്ളി ചേർത്തിട്ട് ഒന്ന് നോക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇതിൽ ചേർക്കാൻ പോവാ. ഇപ്പൊ അവര് ആരാന്ന് പറഞ്ഞിട്ട് അവര് ഇത് പറയാ, ആര് കുഴപ്പമില്ല, നമുക്ക് എല്ലാവരുടെയും നല്ല കാര്യങ്ങൾ സ്വാംശീകരിക്കാലോ. പ്രേക്ഷകർ ഇഷ്ടമുള്ള കൊടുങ്ങല്ലൂരുകാരിയാണ്. കൊടുങ്ങല്ലൂരുകാരി അല്ല, ആറാട്ടുപുഴയാണ്. കൊടുങ്ങല്ലൂര്. പച്ചക്കുരുമുളകിന്റെ മണം ഹഠാതാകർഷിക്കുന്നു. കൂട്ടാനിടയ്ക്കിടയ്ക്ക് ചിറ്റിക്കാലേ, കൂട്ടാൻ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. നമുക്കൊന്ന് ഇന്നാക്കാം. ശരിക്കും നെയ്യ്, നല്ല നെയ്യ് ചലാനെ മുകളിലേക്ക് നെയ്യ് പൊന്തിയാനല്ലേ. അതന്നെ, നെയ്യ് തെളിയും. മുളക് മഞ്ഞളിടാറുമ്പോ പറഞ്ഞോട്ടെ. അത് ലാസ്റ്റ് ഇതിൽ മിക്സ് ചെയ്യാം. ഈ അരച്ചേലിക്കുണ്ടല്ലോ, ഇതില് കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഇതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അരയ്ക്കാം. ഇതിലത്തെ നോക്കിയാൽ ഈ പൂ വേണ്ട, ഈ പൂവിൻ്റെ കളറും സരിതയുടെ ഡ്രസ്സിൻ്റെ കളറും ഏകദേശം ഒരേപോലെയാണ്. ഇതിൽ നൻ്റെയും ഡ്രസ്സിൽ ഒരേ കളറുണ്ട്. ഈ മറ്റേ പൂ ഉണ്ട് കേട്ടോ, ഈ പൂവിലും ഏകദേശം സരിതയുടെ ഡ്രസ്സിൻ്റെ കളർ തന്നെയാണ്. കളർ കുറഞ്ഞുകൊണ്ട് കളർ കൂടിയതുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാ പൂക്കള്, വേറെ ഭംഗിയുണ്ടാവില്ലേ, നല്ല ഭംഗിയുണ്ടാവുന്നു. ചെവിയിലിരിക്കാം, പെണ്ണെ ചെവിയിൽ വയ്ക്കില്ലല്ലോ അല്ലേ. ആണുങ്ങൾ വെക്കോ ചെവിയില്? ആണുങ്ങൾ പൂ ചെവിയിൽ വയ്ക്കും, ഭംഗിയില്ലേ. ആ മീൻ ഇങ്ങോട്ട് എടുത്തോ. ചാള. ഈ അരപ്പ് ഇതിൽ തയ്ക്കാൻ പോവാട്ടാ. അരപ്പ് അധികമായാ? ഏയ് അടിപൊളിയല്ലേ, അല്ലേ നമ്മൾ ആക്കണത്. കരിയില്ല അല്ലേ? ഒരു സ്വല്പം ഉപ്പിടുന്നുണ്ട് കേട്ടാ. വറ്റി തുടങ്ങി, പുളിക്കിൻ്റെ നല്ലപോലെ വറ്റി വന്ന് തുടങ്ങി. ഇത് മറ്റേ കറിയിലൊക്കെ പോലെ ചാറ് ഇങ്ങനെ കട്ടി ഉണ്ടാവില്ല. അതന്നെ, അതിൽ നമ്മൾ അല്ലാതെ അടിച്ച് ചേർക്കുമല്ലോ തക്കാളിക്ക്. ഇതിലൊന്നും അരച്ച് ചേർക്കാത്തതുകൊണ്ട് മിനിമം ഇൻഗ്രീഡിയൻസ് തന്നെ ഇതിലുള്ളൂ. സിമ്പിളായിട്ടുള്ള വെപ്പ് തന്നെയാണ്. മറ്റേ നാളേരപ്പാല് വീണായിരുന്നു, അവിടെ പൊളിഞ്ഞ വെപ്പില്ലേ, പൊളിഞ്ഞത് ഇനി ഈ ചട്ടിയിലൊന്ന് വെച്ചോക്കായിരുന്നു. അത് ഒരു ചട്ടി വെച്ചാലും രസം ഉണ്ടാവും. അത് പുതിയ ചട്ടി ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്, അത്രയ്ക്ക് മോശമായത്. അല്ലെങ്കിൽ അത്ര കുഴപ്പമുണ്ടായില്ല എന്ന് തോന്നുന്നു. നമ്മുടെ മീൻ കൂട്ടാൻ ചാളക്കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അതെ, ഇറക്കി വെച്ചു. മീൻ വറക്കാൻ പോവാട്ടെ. മീൻ വറക്കേണ്ടത് ഇങ്ങനെയാണെന്നും ചേച്ചി പറഞ്ഞിട്ടുണ്ട്. വാഴല വയ്ക്കണം. വാഴലയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, കുറച്ച് വെളിച്ചെണ്ണ പോരാ, അത് കാരണം നെയ്ച്ചാള ചെയ്യേണ്ട വിധാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പറഞ്ഞത്, ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ ഇങ്ങനെ നിരത്തി വെക്കുക, എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നെയ്യ് ഇറങ്ങി വന്നിട്ട് അതിൽ കിടന്നിട്ട് അതിങ്ങനെ ഫ്രൈ ആയിക്കോളും. എന്നിട്ട് പിന്നെ വേറൊരു വാഴല വെച്ചിട്ട് അതിന് ഇങ്ങനെ തിരിച്ചിടുക. എന്നിട്ട് അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ അങ്ങനെ പറഞ്ഞു തന്നേക്കണം. ഇങ്ങനത്തെ അല്ലയാണോ അത്? വാഴല ഇത് കീറണ ഇത്രയ്ക്ക് വലിപ്പമുള്ള മതി. അത് ആ എല്ലാം കൂടെ മാറ്റുക. അത് അവിടെ ഇരുന്നോട്ടെ, നമുക്ക് എടുക്കാം എളുപ്പത്തിന്. ഇത് ഒരെണ്ണം വെക്കുന്നു, ഒരെണ്ണം അപ്പുറത്ത് വെക്കുന്നു. വേണ്ട, ഇതിൽ ഉള്ളത് വെച്ചാൽ മതി. ഒരെണ്ണത്തിൽ വയ്ക്കാം. നമ്മുടെ ഇല ഒരുവിധം വാടി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇതിൽ നെയ്യിലില്ല, നെയ്യ് കുറവല്ല, അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ നോക്കിയിട്ട് ഒഴിക്കാം.
വേണം നോക്കിയിട്ട് വെക്കിട്ടത് മീൻ മീൻ വെക്കണോട്ടോ നമ്മള് ഇതിന് മൂടി എടുത്തിട്ടില്ലല്ലോ. മൂടി വെക്കുമ്പോ അയ്യോ അയ്യോ വെള്ളം പൊട്ടിത്തെറിക്കുന്നു. ഇതെന്താ? അത് വാഴലയിൽ വെള്ളം ഉണ്ടായിരുന്നു, ആ ആ വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരി. ഇതിനൊരു മൂടിയും മറ്റേ ഇതും ഞാൻ എടുത്തിട്ട് വരാം. പിന്നെ ചോറും അല്ലേ. ഇത് മുഴുവൻ വെക്കണ്ടല്ല, ആവശ്യത്തിന് മതി. ആവശ്യം വെക്കല്ലേ, ഇത്ര മതി. ആ ഈ സാധനം മൂടല്ലേ, ഇത് മൂടി വയ്ക്കാം. ഇതിലത്തെ വെള്ളം നീ കുഴപ്പമുണ്ടാകുമോ? മൂടി വെച്ചു. നമുക്ക് നമ്മുടെ മീനൊന്ന് മറച്ചൊന്ന് ഇട്ടോ കേട്ടോ. നമുക്ക് ഇനി ഉണ്ടെന്ന് അറിയാനാണ് ഒരു പരീക്ഷണം. ഇതിപ്പോൾ ആ മൊരീൻ്റെ കണ്ട, കരുത മൊരീൻ്റെ കണ്ട, മൊരീൻ്റെ എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകൾക്ക് തകർച്ച സംഭവിക്കുന്നില്ലേ കണ്ട, അതൊക്കെ ഇടാൻ പറ്റില്ല. ഷെഫ് പിള്ളേരെ മീൻകറി ഇങ്ങനെയല്ലേ നിർവാണോ? നീയല്ല പറഞ്ഞ മൊരീനില്ലേ നോക്കിയേ, സെൻട്രൽ മുരി ഉണ്ടാവൂല്ലേ? സെൻട്രലല്ല മൊരീനുണ്ട്. അല്ല ഞാൻ എനിക്കറിയില്ല, വാഴലേലായോണ്ട് ഞാൻ സംശയം പറഞ്ഞതാ. മൊരിയൊക്കെ ചെയ്യും, ഒന്നിനും വേനക്കാൻ പറ്റിയില്ല അല്ലേ? ആ സൈഡിൽ തന്നെ ശരിയാവും. ആ സൈഡിലേക്ക് തീ കുറവല്ല വരുന്നത്. മൊരീനുണ്ട് കേട്ടാ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മസാലയുടെ ഒരു പൊട്ട് പോലും പുറത്തേക്ക് പോവില്ലേ, ഒക്കെ അതിൽ പിടിക്കും. മൂടി വയ്ക്കാം. നോക്കിയാൽ നമ്മുടെ മീനില്ലേ ഒരു തുണ്ട് പോലും ഡാമേജ് സംഭവിച്ചില്ല. കലക്കനാണ്. ആ പ്ലേറ്റ് വയ്ക്കാം. നോക്കിയേ ഓക്കില്ലേ. ഇനി ഇങ്ങനെ ചെയ്യല്ലോ, നമുക്ക് ആരോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. വേറെ ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഇങ്ങനെ ചെയ്യാൻ. കടാ ഒരു കുഴപ്പമില്ല. ഇപ്പൊ എത്ര രൂപ ചാളയെന്ന് അറിയൂ? എത്ര രൂപ ചോറ് വിളമ്പണോ? കേട്ടോ 120 രൂപ ചാളയിന് കേട്ടത്. 120 രൂപ ചാള തുടച്ചിട്ടുണ്ട് കേട്ടാ. ആ മുഴുവൻ കഴിക്കാം. ഒരു ചോറ് ഉപ്പിടണ. ചാളം തോരടണം ചേട്ടന് കേട്ടോ. ഇത് ഇനി വറുത്ത് കഴിക്കാല്ലേ. ചാറിന് കട്ടി ഉണ്ടാവില്ലേ? ഈ ചാറിന് മതി. മല്ലിപ്പൊടി കുറച്ചും കൂടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയൊക്കെ കൂടുതലിട്ടിട്ട് ചേർക്കാണെങ്കിൽ ചാറ് കട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു ചേച്ചി. രാജലക്ഷ്മി ചേച്ചി അങ്ങനെ ചെയ്യാറെന്ന് പറഞ്ഞു. വേണ്ട മീന് ഒരെണ്ണത്തിന് പോലും ഒരു കുഴപ്പമില്ല കേട്ടാ. ഇത് എടുക്കണതിനൊരു കണക്കുണ്ടാവില്ലേ? നല്ല രസമുണ്ട്. ഒരു കുഴപ്പമില്ല. ആദ്യത്തെ ചോറ് മുന്നോട്ടെ. ഉപ്പിടണ ചോറില് ഉപ്പിടണമെന്നാണോ അതോ ടേസ്റ്റ് ആണോ? നല്ല രസമുണ്ട്. ചാളക്ക് നെയ്ച്ചാളയാണെങ്കിൽ അടിപൊളി തന്നെ പറയണ്ട. ഇപ്പം ഈ വെപ്പും നമ്മൾ കോൽപ്പൊടിയില്ലേ മറ്റേ ഈ പച്ചപ്പൊടി ഇട്ട് വയ്ക്കുമ്പം ആ കട്ടിയനി ഇതിന്. നമ്മൾ പണ്ട് ഞാൻ പറഞ്ഞില്ലേ നെയ്ച്ചാള് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ നാളേരപ്പാൽ ചേർക്കാണ്ട് എനിക്ക് നാളേര അരച്ചിട്ടോ നാളേരപ്പാൽ ചേർത്തിട്ടോ നെയ്ച്ചാള് വെച്ച് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കൂട്ടാൻ. അപ്പം അങ്ങനെ വയ്ക്കാറുണ്ട് പണ്ട്. അപ്പം ഇങ്ങനെയായിരിക്കും വെള്ളം പോലെ ഇരിക്കും ചാറ്. പക്ഷെ ഒരു തുണ്ട് ചാറ് മതി ചോറിന. ഭയങ്കര എരിവായിരിക്കും. ഇതില് എരിവ് അധികം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? കറക്റ്റ് പാകത്തിനുള്ളൂ. ഇനി വറുത്ത എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ പെരുംജീരകത്തിന്റെ ഒക്കെ കുത്തു വരാമെന്ന് വിചാരിച്ചു. ഒരു കുഴപ്പമില്ല അല്ലേ? ഒന്നിനും കുത്തൂല. നല്ല രസമുണ്ട്. നിനക്ക് ചോറ് വേണോ? ഒരു ഉരുള തന്നോ. സ്വല്പം ഉപ്പും കൂടിയും ചോറിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടാറ് ശരിക്ക് കൂടുതൽ ടേസ്റ്റ് അറിയും. ചോറിൽ ഉപ്പില്ലായിട്ടാണ് ചെയ്തോളൂ കേട്ടാ. കുഴപ്പമില്ല. കുറേ നാളായില്ലേ ചോറിൽ ഉപ്പിടാണ്ട്. എന്നിട്ട് ചേട്ടൻ അതുമായി പൊരുത്തപ്പെട്ടില്ലേ?
ഞാൻ പൊരുത്തപ്പെട്ടു. എനിക്ക് തോന്നുന്നില്ല കുഴപ്പമൊന്നും. ജഗ്ഗും ഞാനൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കണം, ഉപ്പിടാണ്ട്. നല്ല രസമുണ്ട് കേട്ടാ മീൻചാറ്. അപ്പൊ ശരി, അപ്പൊ ഇത് മുഴുവൻ കഴിക്കാൻ പോവാ. കഴിച്ചോ? അപ്പൊ അന്നത്തെ തന്നെ ക്ഷീണം മാറിയില്ലേ? അപ്പൊ അടിപൊളി.